IPL 2025 സീസണിലെ ശക്തരായ ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. IPL പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് നിലവിൽ ഗുജറാത്തിന്റെ സ്ഥാനം. കളിച്ച 7 മത്സരങ്ങളിൽ 5 ജയം നേടിയ ഗുജറാത്ത് ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. IPL പോയിന്റ് ടേബിളിൽ 7ാം സ്ഥാനക്കാരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ന് രാത്രി 7:30 മത്സരം. ടേബിളിലെ 1ാം സ്ഥാനക്കാരും 7ാം സ്ഥാനക്കാരും ഏറ്റുമുട്ടുമ്പോൾ ശക്തരാരാണെന്നത് എടുത്തു പറയേണ്ടതില്ല. പക്ഷേ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കുന്ന ക്രിക്കറ്റിൽ ജയം ആർക്കൊപ്പം എന്നത് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. ഇരു ടീമുകളും നേരിടുന്ന പ്രധാന വെല്ലുവിളികളും ടീമുകളുടെ സാധ്യത പ്ലേയിങ് 11 നോക്കാം. പഞ്ചാബിനെതിരെ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ 111 റൺസിൽ KKR ബൗളർമാർ ഒതുക്കിയപ്പോൾ കിടിലൻ ജയം KKR സ്വന്തമാക്കും എന്നായിരുന്നു ഏവരും കരുതിയത്. എന്നാൽ പഞ്ചാബിന്റെ ബൗളർമാർ കൂടി കരുത്ത് കാട്ടിയതോടെ KKR 95 റൺസിന് ഓൾ ഔട്ടായി. ഇന്ന് നടക്കുന്ന മത്സരത്തിലും KKR ശ്രദ്ധ നൽകേണ്ടത് വിക്കറ്റ് നഷ്ടപ്പെടാതെ നോക്കുന്നതിലാണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് സ്വന്തമാക്കിയ താരങ്ങളുടെ ലിസ്റ്റിൽ ആദ്യ 10ൽ ഇടം നേടിയ താരങ്ങളിൽ ഗുജറാത്തിന്റെ താരങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നേരിടുക എന്നതായിരിക്കും കൊൽക്കത്തയുടെ പ്രധാന വെല്ലുവിളി. ഈ സീസണിലെ പർപ്പിൾ കപ്പ് സ്വന്തമാക്കാനുള്ള ഓട്ടത്തിൽ ഒന്നാമതുള്ളത് ഗുജറാത്തിന്റെ പ്രസിദ്ധ് കൃഷ്ണയാണ്. 14 വിക്കറ്റുകളാണ് 7 മത്സരങ്ങളിൽ നിന്ന് താരം സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ സായി കിഷോറും മുഹമ്മദ് സിറാജും ആദ്യ 10ൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂവരെ മറികടന്ന് റൺ നേടുക എന്നത് കൊൽക്കത്തയുടെ ബാറ്റർമാർക്ക് വെല്ലുവിളി നൽകുന്നതാണ്. ഗുജറാത്തിന്റെ ജോസ് ബട്ട്ലറെ പെട്ടെന്ന് തന്നെ പവലിയനിലേക്ക് തിരിച്ചയച്ചില്ലെങ്കിൽ കൊൽക്കത്ത വെള്ളം കുടിക്കും എന്നും ഉറപ്പാണ്. കഴിഞ്ഞ മത്സരത്തിൽ 97 റൺസ് നേടി മിന്നിയ ജോസ് ബട്ട്ലറായിരുന്നു ഗുജറാത്തിന്റെ വിജയശില്പി. സായ് സുദർശനെയും കൊൽക്കത്ത നേരിടാൻ സജ്ജമായിരിക്കണം. ഇവരെ നേരിടാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിൽ വിജയിച്ചാൽ കാര്യങ്ങൾ ഏറെക്കുറെ എളുപ്പമാകും. ബാറ്റിംഗ് നിര കൊണ്ടും ബൗളിംഗ് നിര കൊണ്ടും ശക്തരായ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് കൊൽക്കത്തയെ നേരിടാൻ ഇറങ്ങുമ്പോൾ ചിലത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പർപ്പിൾ കപ്പിനായുള്ള ആദ്യ 10ൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും വിക്കറ്റ് വേട്ടയിൽ കൊൽക്കത്തയുടെ താരങ്ങളുമുണ്ട്. വരുൺ ചക്രവർത്തിയും ഹർഷിത് റാണയും. ബാറ്റർമാർക്ക് പിന്തുണ നൽകുന്ന പിച്ചാണ് ഈഡൻ ഗാർഡന്റേത്. അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റിംഗിന് ഇറങ്ങുന്ന ടീം പരമാവധി റൺ നേടാനായിരിക്കും ശ്രമിക്കുക. കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയെയും ഗുജറാത്ത് ഭയപ്പെടേണ്ടതുണ്ട്. കൊൽക്കത്തയുടെ ഓപ്പണർമാരുടെ വിക്കറ്റുകൾ പെട്ടെന്ന് നേടാനും ഗുജറാത്ത് ശ്രമിക്കും എന്നുറപ്പാണ്. കൊൽക്കത്തയുടെ സാധ്യത പ്ലേയിങ് 11 നോക്കിയാൽ ക്വിന്റൺ ഡീകോക്ക്, സുനിൽ നരൈൻ, അജിങ്ക്യ രഹാനെ, വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ്, ആന്ദ്രെ റസൽ, രമൺദീപ് സിംഗ്, വൈഭവ് അറോറ, ആൻഡ്രിക് നോട്ട്ജെ, ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി എന്നിവരാണുള്ളത്. ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ, ഷാരൂഖ് ഖാൻ, രാഹുൽ തെവാദിയ, റാഷിദ് ഖാൻ, അർഷാദ് ഖാൻ, സായ് കിഷോർ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ഇഷാന്ത് ശർമ്മ എന്നിങ്ങനെയായിരിക്കും ഗുജറാത്ത് ടൈറ്റൻസിന്റെ സാധ്യത പ്ലേയിങ് 11. ഇമ്പാക്ട് താരമായി ഷെർഫാൻ റദർഫോർഡ് എത്തിയേക്കും. കഴിഞ്ഞ ദിവസം നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് IPL 2025 പോയിന്റ് ടേബിളിൽ ഗുജറാത്ത് ടൈറ്റൻസ് 1ാം സ്ഥാനം സ്വന്തമാക്കിയത്. മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. കൃത്യമായ ഇടവേളയിൽ വിക്കറ്റ് നേടാൻ ഗുജറാത്ത് ടൈറ്റൻസിന് സാധിച്ചതും വിക്കറ്റ് നഷ്ടപ്പെടാതെ കിടിലൻ സ്കോറിലേക്ക് അനായാസം എത്താൻ സാധിച്ചതും ഗുജറാത്തിനെ ജയത്തിലേക്ക് നയിച്ചു. 54 പന്തിൽ 11 ഫോറുകളും 4 സിക്സറുകളും പറത്തി 97 റൺസ് നേടിയാണ് ജോസ് ബട്ട്ലർ എത്തിയത്. 4 വിക്കറ്റുകൾ സ്വന്തമാക്കിയ പ്രസിദ്ധ് കൃഷ്ണയും വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. രാജസ്ഥാൻ റോയൽസ് ഒഴിവാക്കിയ ജോസ് ബട്ട്ലറിന്റെ പ്രകടനം തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ വിജയത്തിൽ പ്രധാനമായത്. സീസണിൽ ഇതുവരെ മികച്ച ഫോമിലാണ് ബട്ട്ലർ ബാറ്റ് വീശിയത്. ഇതുവരെ നേടിയതിൽ ഏറ്റവും ഉയർന്ന സ്കോർ അദ്ദേഹം ഡൽഹിക്കെതിരെ അടിച്ചെടുക്കുകയും ചെയ്തിരുന്നു.